എല്ലാവർക്കും സ്വാഗതം. ഫോർത്ത് സെമസ്റ്ററിലെ ഇലക്റ്റീവ് പേപ്പറായ ഒപ്റ്റോ ഇലക്ട്രോണിക്സിലെ ഡൈഇലക്ട്രിക് വേവ് ഗൈഡ്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്ന മൊഡ്യൂളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല ടൈപ്പ് ഡിസ്പേഴ്സണുകളാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ട് ടോപ്പിക്കുകളാണ്. ഫസ്റ്റ് വൺ ബിറ്റ് റേറ്റ് ആൻഡ് അനദർ വൺ ഒപ്റ്റിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ബാൻഡ് വിഡ്ത്ത്. Let's move on to the first topic, bit rate. നമുക്കറിയാം, ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് വൺസ് ആൻഡ് സീറോസ് ആയിട്ടാണ്. ഇത്തരം ഓരോ വൺസിനെയും സീറോസിനെയും നമ്മൾ ബിറ്റുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഡൈഇലക്ട്രിക് വേവ് ഗൈഡിൽ കൂടി ഇപ്രകാരം എത്ര ബിറ്റുകൾ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം എന്നതിൻ്റെ ഒരു റേറ്റാണ് ബിറ്റ് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So it is a maximum rate at which data can be transmitted. മാക്സിമം ആയതുകൊണ്ട് തന്നെ ഇതിനെ ബിറ്റ് റേറ്റ് കപ്പാസിറ്റി എന്നും വിളിക്കാറുണ്ട്. ഡെഫിനിഷനായിട്ട് എടുത്താൽ ഒരു സെക്കൻഡിൽ നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ബിറ്റുകളുടെ നമ്പറാണ് ബിറ്റ് റേറ്റ്. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനെ പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ കയ്യിൽ ഒരു ഇൻഫർമേഷൻ ഉണ്ടാകും ട്രാൻസ്ഫർ ചെയ്യിക്കാനായിട്ട്. ആ ഇൻഫർമേഷനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ആദ്യമേ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റേണ്ടതുണ്ട്. സോ നമ്മുടെ ഇൻഫർമേഷൻ ഇപ്പോൾ ഒരു ഡിജിറ്റൽ ഇലക്ട്രിക്കൽ സിഗ്നലായി മാറിയിട്ടുണ്ട്. പക്ഷേ ഫൈബർ ഒപ്റ്റിക്സിൽ കൂടി ഇവയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവയെ ലൈറ്റാക്കി മാറ്റേണ്ടതുണ്ട്. LED പോലെയുള്ള എന്തെങ്കിലും ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഡിജിറ്റൽ സിഗ്നലിനെ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയും ഈ ലൈറ്റിനെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഫൈബർ ഒപ്റ്റിക് കേബിളിൻ്റെ ഇൻപുട്ടായിട്ട് നൽകുകയും ചെയ്യും. ഔട്ട്പുട്ട് സൈഡിൽ നമുക്ക് സെയിം ലൈറ്റ് ലഭിക്കും. നമുക്ക് ഈ കിട്ടിയ ലൈറ്റിനെ തിരിച്ച് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതുകൊണ്ട് അതിന് നമ്മൾ ഏതെങ്കിലും ഫോട്ടോ ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യുകയും ലൈറ്റിനെ തിരിച്ച് ഇലക്ട്രിക്കൽ എനർജി നമുക്ക് വേണ്ട ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. നമ്മളിവിടെ ഇൻപുട്ട് സൈഡിൽ നൽകിയിരിക്കുന്ന ഒരു ഡിജിറ്റൽ സിഗ്നലാണ്. ഏത് സിഗ്നലാണെങ്കിലും ഈ ഫൈബർ ഒപ്റ്റിക്സിൽ കൂടി ട്രാവൽ ചെയ്ത് പോകാൻ അവനൊരു ഡെഫിനിറ്റ് ടൈം എടുക്കും. അതിനെ ട്രാൻസിറ്റ് ടൈം എന്നൊക്കെ നമ്മൾ മുൻപ് പരിചയപ്പെട്ടിരുന്നു. ഇപ്രകാരം ട്രാവൽ ചെയ്ത് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ട്രാവൽ ചെയ്യുന്ന ലൈറ്റ് പൾസിന് ഡിസ്പേഴ്സൺ സംഭവിക്കും. ഡിസ്പേഴ്സൺ കാരണം ഇൻപുട്ട് സൈഡിൽ നിന്ന് നൽകിയ വേവ് ആയിരിക്കില്ല ഔട്ട്പുട്ടിലെത്തുമ്പോൾ ആ വേവിനൊരു ചെറിയ സ്പ്രെഡ് ഉണ്ടാകും. ഈ വേവിനുണ്ടായ സ്പ്രെഡിനെ, ഡിസ്പേഴ്സൺ കാരണമുണ്ടായ സ്പ്രെഡിനെ ഡെൽറ്റ ടോ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്രകാരം സ്പ്രെഡ് ചെയ്തൊരു വേവ് കൺസിഡർ ചെയ്താൽ എത്രമാത്രം സ്പ്രെഡ് ഉണ്ടായി എന്നതിൻ്റെ മെഷർ പറയാൻ വേണ്ടി നമ്മൾ ഹാഫ് പവർ പോയിന്റുകൾ എടുക്കും. ഹാഫ് പവർ പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഔട്ട്പുട്ടിൽ എത്തിയിരിക്കുന്ന ലൈറ്റ് പൾസിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റിയുടെ പകുതിയായ രണ്ട് പോയിന്റുകൾ കൺസിഡർ ചെയ്യും. ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള വിഡ്ത്തിനെ നമ്മൾ ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് പവർ എന്ന് വിളിക്കും. മറ്റൊരു പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്, ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം. ഡെൽറ്റ ടോ ഹാഫ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ഔട്ട്പുട്ട് സൈഡിൽ രണ്ട് ലൈറ്റ് പൾസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ രണ്ട് ലൈറ്റ് പൾസും ഡിസ്പേഴ്സൺ കാരണം ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഈ രണ്ട് ലൈറ്റ് പൾസിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യണമെങ്കിൽ ഇവർ തമ്മിൽ ഇൻ്റർഫെയർ ചെയ്യാൻ പാടില്ല. അപ്രകാരം ഔട്ട്പുട്ട് സൈഡിലെത്തി ഈ രണ്ട് പൾസുകൾക്കിടയിൽ ഇൻ്റർസിംബൽ ഇൻ്റർഫറൻസ് ഇല്ലാതിരിക്കണമെങ്കിൽ ഈ എത്തുന്ന രണ്ട് ലൈറ്റ് പൾസിൻ്റെയും പീക്ക് ടു പീക്ക് സെപ്പറേഷൻ മിനിമം 2 ഡെൽറ്റ ടി ഹാഫിനെങ്കിലും ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൈഡിൽ ആദ്യത്തെ പൾസ് എത്തി ഒരു 2 ഡെൽറ്റ ടി ഹാഫ് ടൈമിന് ശേഷം മാത്രമേ രണ്ടാമത്തെ പൾസ് എത്താൻ പാടുള്ളൂ. അങ്ങനെ എത്തിയാൽ മാത്രമേ ഇവരെ സെപ്പറേറ്റ് ആയി നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇൻ്റർഫെയർ ചെയ്യാതിരിക്കൂ. സോ ഔട്ട്പുട്ട് സൈഡിൽ നമുക്ക് ലഭിക്കുന്ന ലൈറ്റ് പൾസിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഈ 2 ഡെൽറ്റ ടി ഹാഫിന് ഈക്വൽ ആയിരിക്കും. റേറ്റ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഫ്രീക്വൻസി കിട്ടാൻ വേണ്ടി 1/2 ടൈം പീരീഡ് എടുത്താൽ മതി. സോ ബിറ്റ് റേറ്റ് ബി ഈസ് ഈക്വൽ ടു 1/2 ഡെൽറ്റ ടി ഹാഫ് ഓർ 0.5 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഹാഫ്. ഇവിടെ ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് പൾസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യത്തെ പൾസിൻ്റെ പീക്ക് ഓർ 1 നമുക്ക് റിസീവ് ചെയ്തു. അതിനുശേഷം ഒരു 0 ബിറ്റ് റിസീവ് ചെയ്യുന്നു. അഗെയിൻ അടുത്ത പൾസ് ഓർ അടുത്ത മാക്സിമം ബിറ്റ് നമ്മൾ റിസീവ് ചെയ്യുന്നു.
ഇപ്രകാരം രണ്ട് വൺസുകൾക്കിടയിൽ ഒരു സീറോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ ആദ്യമേ ഒരു വൺസ് റിസീവ് ചെയ്യുന്നു, അതിനുശേഷം സിഗ്നൽ സീറോയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്, വീണ്ടും വൺ നമ്മൾ റിസീവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ ഡാറ്റ കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, എവരി വൺസിന് ശേഷവും സീറോയിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഔട്ട്പുട്ടുകളെ റിട്ടേൺ ടു സീറോ പൾസസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. നേരെ മറിച്ച് നമുക്ക് അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആദ്യത്തെ ഒരു പൾസ് കിട്ടുന്നു, ആദ്യത്തെ ഒരു വൺ കിട്ടുന്നു, അതിനുശേഷം സീറോയിലേക്ക് ആകുന്നതിന് മുൻപ് തന്നെ അടുത്ത വണ്ണും നമ്മൾ റിസീവ് ചെയ്യുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള സിഗ്നലുകളെ നോൺ റിട്ടേൺ ടു സീറോ പൾസസ് എന്ന് വിളിക്കും. ഈ നോൺ റിട്ടേൺ ടു സീറോ പൾസസിന്റെ കേസിൽ ഒരു സിഗ്നൽ നമ്മൾ റിസീവ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അടുത്തവനും എത്തും. അതിനാൽ തന്നെ ഇടയ്ക്ക് സീറോയിലേക്ക് പോകേണ്ടതില്ല. രണ്ട് വൺസുകൾക്കിടയിൽ സിഗ്നൽ നിയർലി എപ്പോഴും യൂണിഫോമായി തന്നെ കാണപ്പെടും. വണ്ണിന് ശേഷം സീറോയിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ഈ കേസിലെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഡെൽറ്റ ടി ഹാഫ് ആയിരിക്കും. അഥവാ റിട്ടേൺ ടു സീറോയുടെ കേസിൽ ഉണ്ടായിരുന്ന ടൈം പീരീഡിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും ഇവിടുത്തെ ടൈം പീരീഡ്. ടൈം പീരീഡ് നേർ പകുതി ആയതുകൊണ്ട് ബിറ്റ് റേറ്റ് ഓഫ് കോഴ്സ് ഡബിൾ ആയിരിക്കും. നമ്മൾ ഇനി തുടർന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും നാം റിട്ടേൺ ടു സീറോ പൾസിൻ്റെ ബിറ്റ് റേറ്റുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് പോകുമ്പോൾ നാം മറ്റൊരുപാട് കാര്യം കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. ലൈക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സിഗ്നലിൻ്റെ ഷേപ്പ് എങ്ങനെയുള്ളതാണ്, രണ്ട് തുടർച്ചയായ സിഗ്നലുകൾ തമ്മിൽ എത്രത്തോളം ഇൻ്റർഫറൻസ് നമുക്ക് അലോ ചെയ്യാൻ പറ്റും തുടങ്ങിയവ. സപ്പോസ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയിരിക്കുന്ന ഒരു ഗോസിയൻ ഷേപ്പുള്ള പൾസാണെന്ന് വിചാരിക്കുക. ഈ പൾസിനുണ്ടായിരിക്കുന്ന ഡിസ്പേഴ്സൻ്റെ മെഷറായിട്ട് അതിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ ഡിസ്പേഴ്സൺ സിഗ്മ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഇപ്രകാരം റൂട്ട് മീൻ സ്ക്വയർ ഡിസ്പേഴ്സൺ വാല്യൂ ഉള്ള രണ്ട് പോയിന്റുകൾ ഫിഗറിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റുകൾക്കിടയിലുള്ള വിഡ്ത്തിനെ ഫുൾ വിഡ്ത്ത് അറ്റ് RMS ടൈം സ്പ്രെഡ് ഡെൽറ്റ TRMS എന്നൊക്കെ വിളിക്കാറുണ്ട്. അതിൻ്റെ വാല്യൂ എപ്പോഴും 2 സിഗ്മയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഈ RMS ഡിസ്പേഴ്സണും മുൻപ് നമ്മൾ കണ്ട ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് സിഗ്മ ഈസ് ഈക്വൽ ടു 0.425 ഇൻറ്റു ഡെൽറ്റ ടി ഹാഫ്. ഇനി ഔട്ട്പുട്ട് സൈഡിലെത്തുന്ന രണ്ടാമത്തെ പൾസിന് നമുക്ക് കൺസിഡർ ചെയ്യാം. എത്രമാത്രം ഈ രണ്ട് പൾസുകളും അടുത്തിരിക്കാം, അല്ലെങ്കിൽ എത്രമാത്രം ഇവർ തമ്മിലുള്ള ഇൻ്റർഫറൻസ് പോസിബിൾ ആണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇവയെ എത്രമാത്രം അടുപ്പിച്ച് കൊണ്ടുവരാവോ അത്രയും ടൈം പീരീഡ് കുറഞ്ഞിരിക്കുകയും ബിറ്റ് റേറ്റ് കൂടിയിരിക്കുകയും ചെയ്യും. നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു മിനിമം സെപ്പറേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് പൾസുകളുടെ പീക്ക് ടു പീക്കിൻ്റെ വാല്യൂ ഒരു 4 സിഗ്മയ്ക്കൊക്കെ ഈക്വൽ ആയിരിക്കണം. ടൈം പീരീഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബിറ്റ് റേറ്റ് കണ്ടുപിടിക്കുക. 1/4 സിഗ്മ എന്ന് ഉള്ളത്, ദാറ്റ് ഈസ് ഗിവൺ ബൈ 0.25 ഡിവൈഡഡ് ബൈ സിഗ്മ. സിഗ്മയും ഡെൽറ്റ ടി ഹാഫും തമ്മിലുള്ള റിലേഷൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ബിറ്റ് റേറ്റ് ബി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.59 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഹാഫ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മുൻപ് നമുക്ക് ലഭിച്ചിരുന്ന ബിറ്റ് റേറ്റ് 0.5 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഹാഫ് എന്നായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ 0.5 നിന്നും 0.59 ഇൻക്രീസ് ചെയ്തു. അല്ലെങ്കിൽ ബിറ്റ് റേറ്റിൽ ഒരു 18% ഇൻക്രീസ് ഉണ്ടായി. ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ലൈക്ക് ഇൻപുട്ട് പൾസിൻ്റെ ഷേപ്പ് എന്താണ്, ഈ ഫൈബറിൻ്റെ ഡിസ്പേഴ്സൺ ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണ്, ഔട്ട്പുട്ട് പൾസിന് എന്താണ് ഷേപ്പ്, ഏത് മോഡുലേഷൻ സ്കീമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ. ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും നമ്മളുടെ ബിറ്റ് റേറ്റിൻ്റെ ഇക്വേഷനിലെ ന്യൂമറിക്കൽ ഫാക്ടറിനെ ആയിരിക്കും മോഡിഫൈ ചെയ്യാൻ പോവുക. ഇതിൽ ഫൈബർ ഡിസ്പേഴ്സൺ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഫൈബർ ഡിസ്പേഴ്സണെ പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഫൈബറിൻ്റെ ലെങ്ത് ആണ്. സെക്കൻഡ് വൺ റേഞ്ച് ഓഫ് സോഴ്സ് വേവ് ലെങ്ത്. ഡെൽറ്റ ലാംഡ ഹാഫ് എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് സ്പെക്ട്രത്തിൻ്റെ ഹാഫ് ഇൻറ്റൻസിറ്റി പോയിന്റുകളുടെ മെഷറാണ്. ഈ ഫാക്ടേഴ്സ് എങ്ങനെയാണ് നമ്മുടെ ബിറ്റ് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഫൈബർ ലെങ്ത്തും റേഞ്ച് ഓഫ് സോഴ്സ് വേവ് ലെങ്ത്തും ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബിറ്റ് റേറ്റ് ഡിക്രീസ് ചെയ്യും. സോ നമ്മൾ മറ്റൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യും. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ബിറ്റ് റേറ്റ് ആൻഡ് ഫൈബർ ലെങ്ത്. ബിറ്റ് റേറ്റ് ഇൻറ്റു ഫൈബർ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് മുൻപായി നമ്മൾ കുറച്ച് പുതിയ ടേമുകൾ കൂടി കൺസിഡർ ചെയ്യണം. അതിൽ ആദ്യത്തേത് എമിറ്ററിൻ്റെ ഔട്ട്പുട്ട് സ്പെക്ട്രത്തിൻ്റെ വേവ് ലെങ്ത്തുകളുടെ ഒരു RMS സ്പ്രെഡാണ്. സിഗ്മ ലാംഡ എന്ന ലെറ്റർ കൊണ്ട് അതിനെ ഡിനോട്ട് ചെയ്യും. ഈ സിഗ്മ ലാംഡയും
ഡെൽറ്റ ലാംഡ ഹാഫും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് സിഗ്മ ലാംഡ ഈസ് ഈക്വൽ ടു 0.425 ഇൻറ്റു ഡെൽറ്റ ലാംഡ ഹാഫ്. മറ്റൊരു ക്വാണ്ടിറ്റി ഡിസ്പേഴ്സണിൽ നമ്മൾ പരിചയപ്പെട്ട ക്രോമാറ്റിക് ഡിസ്പേഴ്സൺ കോഎഫിഷ്യൻ്റ് ആണ്. ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് പൾസിൻ്റെ RMS ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത് LDCH ഇൻറ്റു സിഗ്മ ലാംഡ ആയിരിക്കും. സിഗ്മയുടെ വാല്യൂ കയ്യിലുണ്ടെങ്കിൽ ബിറ്റ് റേറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയെങ്കിൽ ബിറ്റ് റേറ്റ് ഇൻറ്റു ഫൈബർ ലെങ്ത് BLൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ സിഗ്മയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ലഭിക്കും. ഇറ്റ് ഈസ് 0.25 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് DCH ഇൻറ്റു സിഗ്മ ലാംഡ. DCHനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിരുന്നു. ടോട്ടൽ ക്രോമാറ്റിക് ഡിസ്പേഴ്സൺ ആണ്. ഒരു വേവ് ഗൈഡ് ഡിസ്പേഴ്സണും മെറ്റീരിയൽ ഡിസ്പേഴ്സണും ഒക്കെ ഉണ്ടെങ്കിൽ DCHൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വേവ് ഗൈഡ് ഡിസ്പേഴ്സൺ പ്ലസ് മെറ്റീരിയൽ ഡിസ്പേഴ്സൺ ആണ്. ഇവിടെ വേവ് ഗൈഡ് ഡിസ്പേഴ്സൺ ആയാലും മെറ്റീരിയൽ ഡിസ്പേഴ്സൺ ആയാലും രണ്ടും നമ്മൾ ഇൻട്രാ മോഡൽ ഡിസ്പേഴ്സണാണ് കണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫൈബറിൽ ഇൻട്രാ മോഡൽ മാത്രമല്ല ഇന്റർ മോഡൽ ഡിസ്പേഴ്സൺ ഉണ്ടെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഡിസ്പേഴ്സൺ കോഎഫിഷ്യൻ്റ് വാല്യൂ? ടോട്ടൽ ക്രോമാറ്റിക് ഡിസ്പേഴ്സൺ കണ്ടതുപോലെ വെറുതെ രണ്ട് ടൈപ്പ് ഡിസ്പേഴ്സൺ കോഎഫിഷ്യൻറ്റുകളെയും കൂട്ടിയാൽ അവിടെ കിട്ടില്ല. ഇവിടെ നമ്മൾ ടോട്ടൽ ഡിസ്പേഴ്സൺ കോഎഫിഷ്യൻറ്റ് സിഗ്മയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഇന്റർ മോഡൽ പ്ലസ് സിഗ്മ സ്ക്വയർ ഇൻട്രാ മോഡൽ. ബിറ്റ് റേറ്റിനെ കുറിച്ച് അവസാനമായ ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ, നമ്മൾ ഡെൽറ്റ ടി ഹാഫ് ഓർ ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമത്തിൽ നിന്നാണ് ബിറ്റ് റേറ്റ് കണ്ടുപിടിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി പൾസിൻ്റെ ഷേപ്പ് അറിഞ്ഞിരിക്കണം. നമ്മൾ ഇത്രയും നേരം കൺസിഡർ ചെയ്തിരുന്നത് ഔട്ട്പുട്ട് സൈഡിൽ നമുക്കൊരു ഗോസിയൻ പൾസാണ് എത്തിയിരുന്നതെന്നാണ്. അങ്ങനെ ഒരു ഗോസിയൻ പൾസ് ആണെങ്കിൽ RMS വാല്യൂ ഓഫ് ഡിസ്പേഴ്സൺ സിഗ്മയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടു. അതിൽ നിന്നും റിട്ടേൺ ടു സീറോയുടെ കേസിലെ ബിറ്റ് റേറ്റ് നമുക്കറിയാം. നോൺ റിട്ടേൺ ടു സീറോയിലാവുമ്പോൾ അതിൻ്റെ ഡബിൾ ബിറ്റ് റേറ്റ് ഉണ്ടായിരിക്കും. ഇതല്ല, ഔട്ട്പുട്ടിൽ ഒരു റെക്ടാങ്കുലർ പൾസാണ് എത്തുന്നതെന്ന് വിചാരിക്കുക. നമുക്കറിയാം ഒരു റെക്ടാങ്കുലർ പൾസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടോപ്പ് മുതൽ ബോട്ടം വരെ സെയിം തിക്നെസ് ആണ്. അല്ലെങ്കിൽ ആ പൾസിനുണ്ടായ സ്പ്രെഡ് എന്ന് പറയുന്നത് അതിൻ്റെ ടൈം പീരീഡിന് ഈക്വൽ ആയിരിക്കും. ഇപ്രകാരം ഒരു റെക്ടാങ്കുലർ പൾസിൽ സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.29 ഇൻറ്റു ഡെൽറ്റ ടി ഹാഫിന് ഈക്വൽ ആയിരിക്കും. അവിടെയും റിട്ടേൺ ടു സീറോയുടെയും നോൺ റിട്ടേൺ ടു സീറോയുടെയും കേസിലെ ബിറ്റ് റേറ്റുകൾ നമുക്ക് കണ്ടെത്താം. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്, ഒപ്റ്റിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ബാൻഡ് വിഡ്ത്ത്. ഇത് രണ്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം, ഒപ്റ്റിക്കൽ ബാൻഡ് വിഡ്ത്ത് ആൻഡ് ഇലക്ട്രിക്കൽ ബാൻഡ് വിഡ്ത്ത്. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് ആയ സ്റ്റെപ്പുകൾ ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ ഇൻഫർമേഷനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കുന്നു, ഡേറ്റ ലൈറ്റ് ആക്കുന്നു, ഫൈബർ വഴി അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സപ്പോസ് നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നത് ഒരു മോഡുലേറ്റഡ് സിഗ്നൽ ആണെന്ന് വിചാരിക്കുക, ഒരു സിനുസോയിഡലി മോഡുലേറ്റഡ് സിഗ്നൽ ആണെന്ന് വിചാരിക്കുക, വിത്ത് എ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി F. തീർച്ചയായും ഇൻപുട്ട് സിഗ്നൽ മോഡുലേറ്റ് ചെയ്താൽ ഈ സിഗ്നൽ ഉണ്ടാക്കുന്ന ലൈറ്റ് പൾസ് മോഡുലേറ്റ് ചെയ്യും. ഈ ലൈറ്റ് പൾസ് മോഡുലേറ്റ് ചെയ്താൽ ഫൈബറിൽ കൂടി ട്രാവൽ ചെയ്ത് ഔട്ട്പുട്ട് സൈഡിൽ എത്തുന്ന ഔട്ട്പുട്ട് ലൈറ്റും മോഡുലേറ്റഡ് ആയിരിക്കും. ഇൻ ഇഫക്റ്റ് ഫോട്ടോ ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നൽ തന്നെ ആയിരിക്കും. ഇത്തരത്തിലൊരു മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ട്രാൻസ്മിഷനിൽ നമ്മൾ ഒപ്റ്റിക്കൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊരു ടൈം ഡിഫൈൻ ചെയ്യാറുണ്ട്. നമ്മളിവിടെ ഇൻപുട്ട് സൈഡിൽ കൊടുക്കുന്ന ലൈറ്റിൻ്റെ പവർ PIയും ഫൈബറിൽ കൂടി ട്രാവൽ ചെയ്തതിന് ശേഷം ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുന്ന ലൈറ്റിൻ്റെ പവർ POയുമാണെങ്കിൽ ഈ ഔട്ട്പുട്ട് പവറിൻ്റെയും ഇൻപുട്ട് പവറിൻ്റെയും റേഷ്യോ ആയ PO/PI എങ്ങനെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് വേരി ചെയ്യുന്നു എന്നതിൻ്റെ ഫംഗ്ഷനാണ് ഒപ്റ്റിക്കൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഒപ്റ്റിക്കൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അവിടെ X ആക്സിസിൽ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയും Y ആക്സിസിൽ പവറുകളുടെ റേഷ്യോയുമാണ്. ആ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളിവിടെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എങ്കിലും പവറുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയി നിൽക്കുകയാണ്. കുറേ നേരത്തേക്ക് പവറുകളുടെ റേഷ്യോ സെയിം ആയി നിൽക്കുകയും മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി വളരെ ഹൈ ആകുന്ന ഒരു പോയിന്റിൽ വെച്ച് ഈ പവർ പെട്ടെന്ന് തന്നെ ഡിക്രീസ് ആവുകയും ചെയ്യും. ഏത് ഫ്രീക്വൻസിയിൽ വെച്ചാണ് നമ്മുടെ പവർ ഇനീഷ്യൽ പവറിൻ്റെ ഹാഫ് ആയി തീരുന്നത്, ആ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ഓർ FOP.
പി. ഈ ഫ്രീക്വൻസി റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ബാൻഡ്വിഡ്ത്ത്. നോർമലി കട്ട് ഓഫ് ഫ്രീക്വൻസിയും നമ്മുടെ ബിറ്റ് റേറ്റും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ജനറലി അത് FOP എന്ന് പറയുന്നത് ബിറ്റ് റേറ്റിന് ഈക്വൽ ആയിരിക്കും. എന്നാൽ ഡിസ്പേഴ്സൺ ക്യാരക്ടറിസ്റ്റിക്സ് ഗോസിയൻ ആണെങ്കിൽ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കത്തില്ല. കട്ട് ഓഫ് ഫ്രീക്വൻസി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.75 ഇൻറ്റു ബിറ്റ് റേറ്റ് ആയിരിക്കും. RMS വാല്യൂസ് ഓഫ് ഡിസ്പേഴ്സൻ്റെ ടേംസിലാണെങ്കിൽ 0.19 ഡിവൈഡഡ് ബൈ സിഗ്മ. അടുത്ത നമ്മൾ ഇലക്ട്രിക്കൽ ബാൻഡ് വിഡ്ത്തിനെ പരിഗണിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഇവിടെ ഔട്ട്പുട്ട് സൈഡിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ നിന്നും ലൈറ്റ് പൾസ് നമുക്ക് ലഭിക്കുന്നു. ഈ ലൈറ്റ് പൾസിനെ ഫോട്ടോ ഡിറ്റക്ടർ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ഇവിടെയും നമുക്ക് ലഭിക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ ഓർ ഫോട്ടോ കറണ്ട് വേഴ്സസ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെ ഒരു ഗ്രാഫ് വരച്ചാൽ മുൻപ് ലഭിച്ചതുപോലെ തന്നെ സെയിം ഒരു ഗ്രാഫ് ലഭിക്കുന്നതായിരിക്കും. ഒപ്റ്റിക്കൽ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് ഔട്ട്പുട്ട് പവർ ഹാഫ് ആയ പോയിന്റാണ്. നേരെ മറിച്ച് ഇവിടെ ഇലക്ട്രിക്കൽ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഹാഫ് ആകുന്ന പോയിന്റ് അല്ല, ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ഏത് ഫ്രീക്വൻസിയിൽ വെച്ചാണോ അതിൻ്റെ മാക്സിമം വാല്യൂവിൻ്റെ 70.7% ആകുന്നത് ആ ഫ്രീക്വൻസിയാണ് ഇലക്ട്രിക്കൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിട്ട് എടുക്കുക. മുൻപ് കണ്ട ഗ്രാഫും ഈ ഗ്രാഫും തമ്മിൽ കമ്പയർ ചെയ്ത് തന്നെ നമുക്കറിയാം FELൻ്റെ വാല്യൂ എന്ന് പറയുന്നത് FOPയേക്കാളും എന്തായാലും കുറവായിരിക്കും. അല്ലെങ്കിൽ FOPയുടെ 0.71 പോർഷൻ മാത്രമേ FEL ഉണ്ടാവുകയുള്ളൂ.